ഇനി കൊല്ലത്ത് വലിയൊരു അപകടമുണ്ടായി. ആയൂരിൽ KSRTC ബസ്സും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കോട്ടയം മല്ലപ്പള്ളി പത്തനംതിട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. വെളിയം സ്വദേശിയായ പിക്കപ്പ് ഡ്രൈവർ ഷിബു അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, വലിയൊരു അപകടം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. വളരെ വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. പിക്കപ്പ് ഡ്രൈവർക്ക് ജീവൻ നഷ്ടപ്പെട്ട സങ്കടകരമായ വാർത്ത പുറത്തു വരുന്നു. ഒപ്പം ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ്? ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? പ്രദേശത്ത് പോലീസ് എത്തി വാഹനങ്ങൾ മാറ്റാനുള്ള ക്രമീകരണങ്ങളൊക്കെ തുടങ്ങിയോ? ചെയ്തു 8:50 ഈ അപകടം ഉണ്ടാകുന്നത്. മല്ലപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സും അതുപോലെ ആയൂർ ഭാഗത്തു നിന്ന് വന്ന ഈ പിക്കപ്പ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ പിക്കപ്പ് ലോറിയിൽ ഈ ഡ്രൈവറെ കൂടാതെ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു. ഈ പിക്കപ്പ് ലോറിയുടെ അമിത വേഗതയും ഈ റോഡിൽ ഈ പ്രദേശത്ത് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന ഒരു ഭാഗമാണ്, ഒരു വലിയ വളവാണ്. ഇവിടെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ നേരിട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ് സമീപത്തെ തോട്ടിലേക്ക് മറിയുകയും ഈ പിക്കപ്പ് വാൻ സമീപത്തെ ഒരു പോസ്റ്റിലേക്ക് ഇടിച്ചു നിൽക്കുകയും ചെയ്തു. ഏതാണ്ട് അരമണിക്കൂർ സമയമെടുത്താണ് ഈ ഡ്രൈവർ ഷിബുവിനെ, വെളിയം സ്വദേശി ഷിബുവിനെ ഈ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ഇദ്ദേഹത്തെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. ഈ ലോറിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു സ്ത്രീയുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബസ്സിലെ 16ഓളം പേരെ ഇപ്പോൾ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില സാരമായ പരിക്കുകൾ മാത്രമാണ്. ഈ KSRTC ബസ്സിൽ സഞ്ചരിച്ചിരുന്നവർക്കുണ്ടായെന്ന ആശ്വാസകരമായ വാർത്തയും ഈ അവസരത്തെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. പക്ഷേ ലോറിയിൽ ഉണ്ടായിരുന്ന ഒരു ഷമീർ, എന്താണെങ്കിലും അത്യന്തം സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. വലിയൊരു അപകടമാണ് നടന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടം, പിന്നെ 2-3 പേരുടെ പരിക്കുകൾ കുറച്ച് ഗുരുതരമാണ് എന്നുള്ളൊരു വാർത്തയും ആശങ്കയ്ക്കിടയാക്കുന്നു. നമുക്ക് എന്താണെങ്കിലും ഈ അപകടം നേരിൽ കണ്ട ഒരാൾ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ഇതുവഴി പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന വണ്ടികൾ കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങി, നമ്മൾ കൂടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അതിലെ ഡ്രൈവറെ നമ്മളെ കൊണ്ടുപോയത്. അവിടെ ചെന്നൊരു 5 മിനിറ്റകം ഡ്രൈവർ മരണപ്പെട്ടു. പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറെ കൊണ്ടുപോയി. പിക്കപ്പ് ഇതിലെ 4 ഡ്രൈവറെ കൊണ്ടുപോയി. അദ്ദേഹം മരണപ്പെട്ടു. 10 മിനിറ്റോളം ആയിപ്പോൾ മരണപ്പെട്ടിട്ട്. അവിടെ ആശുപത്രി എത്തി ഒരു 5 മിനിറ്റാണ് മരിച്ചുപോയി. ഈ ഫാസ്റ്റ് മുല്ലൂരിൽ നിന്ന് വന്നെയാന്ന് പറഞ്ഞു. ഇത് എവിടുന്ന എങ്ങനെ വന്ന് ഇരിച്ചെന്ന് അറിയാം. ആയൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നാ ഇത് അതിൽ ഫ്രണ്ടിൽ ഇരുന്ന ലേഡിക്ക് ഇച്ചിരി ഗുരുതരമാണ്.